കേജ്രിവാളിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കുകയും CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നിശിതമായ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടും പ്രതിപക്ഷ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ നിശബ്ദത ഇത് ശരിക്കും പറഞ്ഞാൽ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ട് 156 ദിവസം ജയിലിൽ കിടക്കുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം കൊണ്ടുവരുന്നത്. ഈ അഴിമതി ആരോപണം കോൺഗ്രസ് വല്ലാതെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ആരാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഉപദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. കോൺഗ്രസ് എന്തിനെയോ ഭയപ്പെടുന്നുണ്ട്. ആ ഭയപ്പെടൽ അവരുടെ എല്ലാ നിലപാടുകളും നമുക്ക് പ്രകടമായിട്ട് തന്നെ കാണുന്നുണ്ട്. അവർ അറിഞ്ഞോ അറിയാതെയോ ഈ BJP ഭരണം, മോഡി ഭരണം തുടർന്നുകൊണ്ട് പോകുന്നുള്ള എല്ലാ ഒത്താശകളും ചെയ്യുന്നു. AAP അല്ല BJPയുടെ B ടീം, കോൺഗ്രസ് ആണ് BJPയുടെ B ടീം. അതാണ് സത്യം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ജോർജ് നമസ്കാരം. നമസ്കാരം. ജോർജ്, ഈ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി മദ്യനയ കേസിൽ കേജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ജയിലടച്ചിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഡൽഹി കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനായി. തന്നെ തൂക്കിലേറ്റിയാലും നീതി നടപ്പിലാവട്ടെ എന്നാണ് ആ ജഡ്ജി ഈ വിധി പ്രസ്താവന നടത്തിക്കൊണ്ട് പുറത്തു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും വലിയ രീതിയിൽ ഒരു വിധി പ്രസ്താവം വന്നിട്ടും, അതായത് കേജ്രിവാളിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കുകയും CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നിശിതമായ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടും പ്രതിപക്ഷ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ നിശബ്ദത ഇത് ശരിക്കും പറഞ്ഞാൽ ആശ്ചര്യപ്പെടുത്തുന്നുണ്ടേ. അതായത് ഈ കേസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ 23 പേരെയും അത് കേസ് എടുത്തിട്ടില്ല. കേസ് പരിഗണിക്കുക പോലും ചെയ്യാതെ തന്നെയാണ് ഇവരെ ഇതിനകത്ത് പ്രഥമദർശിയാ പോലും അവർക്കെതിരെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ട് 156 ദിവസം ജയിലിൽ കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മനീഷ് സിസോദിയ 1.5 കൊല്ലത്തോളം ജയിലിൽ കിടക്കുന്ന സ്ഥിതിവിശേഷം വന്നു. അതായത് പല ആരോപണങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഈ ഒരു അലിഗേഷൻ്റെ പേരിൽ അകത്തു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അത് ആ കേസിൽ ഒന്നുമില്ല. ആ കേസ് പ്രഥമദൃഷ്ട്യാ പോലും നിലനിൽക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രതിക്കൂട്ടിലാവുന്നത് BJPയേക്കാൾ കൂടുതൽ കോൺഗ്രസ് ആണ്. കാരണം കോൺഗ്രസിന്റെ ഡൽഹി PCC അധ്യക്ഷൻ ചൗധരി അനിൽകുമാറാണ് ഈ പരാതിയുമായി പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയും. ഈ ഡൽഹി മദ്യനയത്തിനെതിരെ ഇതിൽ അഴിമതി ഉണ്ടെന്നും ഇതിനകത്ത് സിസോദിയ അടക്കമുള്ള ആളുകളും കേജ്രിവാൾ അടക്കമുള്ള ആളുകളും ഇതിനകത്ത് പങ്കാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുമായി പോകുന്ന വ്യക്തികളിൽ ഒരാൾ ഡൽഹി PCC അധ്യക്ഷൻ ചൗധരി അനിൽകുമാർ എന്ന് പറയുന്നത്. ഡൽഹി PCC അധ്യക്ഷന്മാരെ കുറിച്ച് നമുക്കൊന്നും പേര് പോലും ഇപ്പം അറിയില്ല. ഏത് സ്റ്റേറ്റിലെ PCC അധ്യക്ഷൻ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബി ഉത്തരം മുട്ടൂർ. ഞാനും ഒന്നും പറയാൻ പറ്റില്ല. ഷീലാ ദീക്ഷിതാണ് ഏറ്റവും ഒടുവിലായിട്ട് അറിയപ്പെടുന്ന ഒരാൾ. അതുപോലെ തന്നെ ഒരു PCC അധ്യക്ഷന്മാരെ കുറിച്ച് നമുക്ക് ഇന്ന് അറിയില്ല. പേര് എന്താണെന്ന് പോലും അറിയില്ല. കേരളത്തിലെ സണ്ണി ജോസഫിനെ പോലുള്ള അതാണ് അതിന്റെ അത്രയും പോലും പ്രസക്തമല്ല. ഇപ്പൊ ഞാൻ ചോദിക്കാം, ബീഹാർ PCC പ്രസിഡന്റ് ആരാ? അറിഞ്ഞൂടാ. മധ്യപ്രദേശ് PCC. ബീഹാറിലെ PCC പ്രസിഡന്റ് വിമാനത്താവളത്തിൽ വെച്ച് ഇലക്ഷന്റെ സമയത്ത് തല്ലുമേടിച്ചതും കാശിന്റെ അഴിമതിയുടെ കാര്യമൊക്കെ നമുക്കറിയാം. അതെ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് ഈ വിധി പ്രസ്താവം വന്നു കഴിഞ്ഞിട്ട് ഒരു പ്രതികരണവും. മാത്രമല്ല BJPക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ അലിഗേഷൻ വല്ലാതെ പ്രൊജക്റ്റ് ചെയ്ത് വല്ലാതെ പ്രചരിപ്പിച്ച് ഇതിനകത്ത് എന്തോ വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ ഇൻക്ലൂഡിങ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ എല്ലാവരും അത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം കൊണ്ടുവരുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ എന്നിട്ട് ഈ അഴിമതി ആരോപണം കോൺഗ്രസ് വല്ലാതെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അവിടെ ഒരു തരത്തിലുള്ള ഐക്യത്തിനും അവർ തയ്യാറായില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് എല്ലാം നേടുമെന്ന് പറഞ്ഞപ്പോൾ വട്ടപൂജ്യത്തിലേക്ക് കോൺഗ്രസ് മാറുന്ന വേറൊരു കാര്യം കൂടെയുണ്ട്. ഈ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്ക്, അത് കോൺഗ്രസിനെ സംബന്ധിച്ച് നേരത്തെ മുതൽ തന്നെ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന രാഷ്ട്രീയ നയങ്ങൾ, അത് വളരെ അടവ് നയങ്ങൾ പലപ്പോഴും പ്രയോഗിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AAPയുടെ അടുക്കൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയങ്ങളൊക്കെ തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗോവ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയും കൂടെ ചേർക്കാമായിരുന്നു. മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഹരിയാന ഇവിടങ്ങളിലൊക്കെ ആം ആദ്മി പാർട്ടി കൂടെ ചേർക്കേണ്ടതായിരുന്നു. എന്തിനേറെ പറയുന്നു, പഞ്ചാബിൽ പോലും ഇത്രയും വളരാനായിട്ട് AAP വിടാൻ പാടില്ലായിരുന്നു. അവിടെ മറിച്ച് കോൺഗ്രസിന്റെ ഒരു സഖ്യകക്ഷിയായിട്ട് നിർത്താൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് പലപ്പോഴും കോൺഗ്രസിന് ദേശീയ തലത്തിലെടുക്കുന്ന പല പ്രാദേശിക വിഷയങ്ങളിലുമുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഈ അടുത്ത കാലത്ത് തെറ്റായി ദേശീയ തലത്തിൽ കോൺഗ്രസ് പ്രസക്തമല്ല എന്നുള്ള സ്ഥിതിവിശേഷം ആ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ DMK
തമിഴ്നാട്ടിൽ സഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരോട് ബാർഗൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി എന്ന് സ്റ്റാലിൻ മുഖത്ത് നോക്കി 25 സീറ്റ് തരും, അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ നിൽക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്നുള്ളൊരിതിലേക്ക് ആ അവസ്ഥ കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല. അതാണ് കോൺഗ്രസിൻ്റെ. അപ്പം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സിബി പറഞ്ഞ പോലെ ഷീല ദീക്ഷിതിൻ്റെ അടക്കമുള്ള കാലഘട്ടത്തെക്കുറിച്ച് അവർ ചിന്തിച്ച് എൻ്റെ ഉപ്പാപ്പൻ ആനപ്പുറത്തിരുന്നതിൻ്റെ തയമ്പ് എനിക്കുണ്ടാവും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നൊരു പാർട്ടിയായിട്ട് കോൺഗ്രസ് നിൽക്കുകയാണ്. അതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. പ്രാവശ്യം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് മത്സരിച്ചത്. ആ മത്സരിച്ചതിൽ അവർ 0 ആയിട്ട് ചുരുങ്ങി. അത് BJPക്ക് കൊണ്ടുപോയിട്ട് അധികാരം കൊടുക്കുന്ന സ്ഥിതി. അപ്പൊ യഥാർത്ഥത്തിൽ BJP പരാജയപ്പെടുത്തണമെന്നുള്ള ആത്മാർത്ഥത കോൺഗ്രസിനകത്തുണ്ടോ? അതാണ് അതിനകത്ത് വലിയ പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി ഉണ്ട്. അതെന്താ അറിയോ? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് പാർട്ടി എപ്പോഴും ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുമായിട്ട് ഒരു സഹകരണത്തോടു കൂടി മുമ്പോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ എവിടെയാണ് കോൺഗ്രസിന് പരാജയം സംഭവിക്കുന്നത്? അല്ല, അതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. കോൺഗ്രസ് ചിന്തിക്കുന്നത് ഡൽഹി ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പിടിക്കാം, ഡൽഹിയിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പിടിക്കുക എന്നുള്ള ഒരു ഇതിലേക്കാണ്. ആരാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഉപദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമുക്കിവിടെ ഇരിക്കുന്നൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരു ചെറിയ രീതിയിൽ നോക്കിക്കാണുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരാൾക്ക് പോലും മനസ്സിലാവും കോൺഗ്രസ്സിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു പ്രസക്തിയില്ല എന്നുള്ളത്. അപ്പോൾ എങ്ങനെയും ഏതെങ്കിലും രീതിയിൽ ആരുമായിട്ട് സഖ്യത്തിലായാലും അവിടെ ശക്തിയുള്ള AIP ആയാലും ആ രീതിയിലേക്ക് പോകാൻ തയ്യാറാവാതെ പണ്ടെങ്ങോ ഞങ്ങൾ അധികാരത്തിലിരുന്നതിൻ്റെയും ഞങ്ങൾ വലിയ വമ്പൻ സംഭവമായിരുന്നു, ഞങ്ങളൊരു സംഭവമായിരുന്നുള്ള ആ ചിന്തയുടെ ആ ഹാങ് ഓവറിൽ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. അത് BJPക്കാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതാണ് ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ നിലപാട് സംശയം ജനിപ്പിക്കുന്നത്. ഇപ്പം ഇങ്ങോട്ട് വന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് എടുക്കുക. ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്താ? ബീഹാർ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ബാർഗെയിനിങ് നടത്തി. ഞങ്ങൾക്ക് 60-70 സീറ്റ് വേണം ഞങ്ങൾ എന്ന് പറഞ്ഞ RJDയുടെ അടുത്ത് ബാർഗെയിൻ ചെയ്ത് അവസാനം തല്ലുപിടിച്ച് കുറേ സീറ്റ് വാങ്ങിച്ചെടുത്തു. ഇതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരത്തെ സൗഹൃദ മത്സരങ്ങളുണ്ടായിരുന്നു. സൗഹൃദ മത്സരത്തിൽ 19 സീറ്റിൽ മത്സരിച്ചു. അതെല്ലാം പരാജയപ്പെട്ടു. അവിടെ എല്ലാം കോൺഗ്രസ് 3000 മുതൽ 6000-7000 സീറ്റ് പിടിക്കണം. അവിടെ എല്ലാം നേരിയ വ്യത്യാസത്തിൽ RJD സ്ഥാനാർത്ഥി പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈവൻ CPM സ്ഥാനാർത്ഥിക്കെതിരെ പോലും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി. അതെല്ലാം പരാജയപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോയി. അങ്ങനെ ഒരു ഈസി വാക്ക് ഓവർ അവിടെ NDAക്ക് അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ കോൺഗ്രസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു കാരണം കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ നിലപാടില്ലായ്മ അല്ലെങ്കിൽ ഒരു നയവ്യതിയാനം ഇതെനിക്ക് തോന്നുന്നു കോൺഗ്രസിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഒരു ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് ആയിട്ട് ആം ആദ്മി മാറുമോ ഭാവിയിൽ? അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് ആയിട്ട് മാറുമോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. അത് ദേശീയ തലത്തിൽ കേജ്രിവാളിനെ പോലുള്ള ഒരാൾ ഉയർന്നു വരുമ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിലേക്കൊക്കെ രാഹുൽ ഗാന്ധിക്ക് ബദലായിട്ട് ഉയർത്തി കാണിക്കാവുന്നൊരു, ഇപ്പോൾ ഡൽഹിയിൽ അവർ ചെയ്ത വൈദ്യുതി സൗജന്യമായിട്ട് കൊടുക്കുക, ജലവിതരണ രംഗത്ത് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നടപ്പാക്കിയതൊക്കെ ജനപ്രീതി പിടിച്ചുപറ്റുന്ന നിരവധി പദ്ധതികൾ അവർ നടപ്പാക്കുന്നുണ്ടായി. അതെല്ലാം വരുമ്പോൾ കൂടുതൽ ഒരു പ്രാമാണിത്വം, കൂടുതൽ പ്രാമുഖ്യം കേജ്രിവാളിന് വരുമോ? അത് രാഹുൽ ഗാന്ധിയുടെ ഇമേജിന് കോട്ടം തട്ടുമെന്നൊക്കെ ഉള്ള ചിന്തിക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി സെബി ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് എന്തിനെയോ ഭയപ്പെടുന്നുണ്ട്. ആ ഭയപ്പെടൽ അവരുടെ എല്ലാ നിലപാടുകളും നമുക്ക് പ്രകടമായിട്ട് തന്നെ കാണുന്നുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രമുഖരായ ആളുകൾ അകത്ത് പോകുമോ, അവർക്കെതിരെ എന്തെങ്കിലും നടപടി വരുമോ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമോ? പ്രത്യേകിച്ച് റോബർട്ട് വാദ്രയെ പോലുള്ള ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത ആളാണല്ലോ BJPക്ക്. അതെ. അപ്പൊ ആ രീതിയിൽ എന്തിനൊക്കെയോ ഒരു ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ ഇന്ന് BJP അധികാരത്തിൽ തുടരുന്നതിന് സഹായകരമായ നിലപാടുകളിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിനകത്തുനിന്ന് പലരും പോയത്. കപിൽ സിബലിനെ പോലുള്ള ആളുകളും P ചിദംബരത്തെ പോലുള്ള ആളുകളൊക്കെ മാറി നിൽക്കുന്നതും ഇപ്പോൾ മണിശങ്കർ അയ്യരെ പോലുള്ള ആളുകളുടെ പ്രസ്താവനകളൊക്കെ നമുക്ക് കണ്ടു. അങ്ങനെയുള്ള സ്റ്റാൽവാട്സ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേതൃത്വത്തെ മാറ്റി നിർത്തി ഏതോ ചില ആളുകളുടെയൊക്കെ അഡ്വൈസിലൂടെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നൊരു ചിത്രം. ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടി വിട്ടുപോയി. ഈ നാഷണൽ ഹെറാൾഡ് കേസിലും അത് സോണിയാഗാന്ധി അത് നേരിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു വിഷയം തന്നെയല്ലേ? അതാണ് ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം. നാഷണൽ ഹെറാൾഡ് കേസും അതുപോലെ ഹരിയാനയിലെ ഭൂമി ഇടപാട് കേസിലും റോബർട്ട് വാദ്രയും സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളെ ഒരുപക്ഷെ അവർക്കെതിരെ കേസ് വരുന്ന അവരെ അറസ്റ്റ് ചെയ്യോ കോടതി പറയുന്ന അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക കോൺഗ്രസിനകത്തുനിന്ന് പലരും BJPയിലേക്ക് പോയത് എന്തിനാ? ഈവൻ നമ്മുടെ കേരളത്തിലടക്കം പലരുടെയും മക്കൾ പോയത് എന്താണെന്ന് നമുക്ക് ചർച്ചാ വിഷയമായിട്ട്. ഗാന്ധി കുടുംബത്തോടുള്ള എതിർപ്പ് മൂലം തന്നെയാണ്. ഗാന്ധി കുടുംബത്തോടുള്ള എതിർപ്പ്, ഗാന്ധി കുടുംബം തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല, സോണിയ കുടുംബം. അതും മാത്രമല്ല അവർക്കെതിരെ അവരുടെ ഫാമിലിയിലെ പലർക്കും എതിരെ പല കാര്യങ്ങളുടെയും ഫയല് BJP ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. അതെടുത്ത് ഉയർത്താൻ കഴിയും എന്നുള്ളൊരു ചിന്തയൊക്കെ ഇവർ അലട്ടുന്നുണ്ട് വല്ലാതെ. യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ അതാണ്.
അത് അല്ലാതെ BJP-യോടുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം പറയാം, ആസാം മുഖ്യമന്ത്രി BJP-യുടെ ഹിമന്ത ബിശ്വ ശർമ്മ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞു. കിട്ടിയില്ല. അത് എന്താ കാരണം? 5 ദിവസം വന്ന് കെട്ടിക്കിടന്നു. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അങ്ങനെ അപ്പോയിന്റ്മെന്റ് കൊടുക്കാതിരുന്നത്? അതല്ലേ പ്രശ്നം. അല്ല, അദ്ദേഹം കയറി ചെന്നപ്പോഴല്ലേ രാഹുൽ ഗാന്ധി പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ബിസ്ക്കറ്റ് കൂടെ ഒരെണ്ണം എടുത്ത് അദ്ദേഹത്തിന് നേരെ നീട്ടിയത്. അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ആ രീതിയിൽ പലരെയും അവഹേളിക്കുന്ന രീതിയിലേക്കൊക്കെ ഇവരെല്ലാം കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ പോലും എന്തുകൊണ്ടാണ് അകറ്റി നിർത്തിയിട്ട് ഒരു ചെറിയ വിഭാഗത്തിൻ്റെ, അത് കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ താരതമ്യേന നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത, ഒരു പരിചയമില്ലാത്ത, ഹിന്ദി പോലും മര്യാദയ്ക്ക് അറിയാൻ പാടില്ലാത്ത ആളുകളുടെ അഡ്വൈസ് കേട്ടുകൊണ്ട് കോൺഗ്രസ് നീങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. അപ്പം അവരെന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യ സഖ്യത്തിൻ്റെ ലീഡർഷിപ്പ് കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? ഇന്ത്യ സഖ്യത്തിനെ ഏകോപിപ്പിച്ച് നിർത്താൻ കഴിയുന്നുണ്ടോ? പാർലമെന്റിനകത്ത് ചില ഗിമിക്കുകളൊക്കെ കാണിക്കുന്നതല്ല, പുറത്ത് ഏതെങ്കിലും രീതിയിലുള്ളൊരു വോട്ട് ബാങ്ക് കളക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് വരുന്നു. ഇപ്പൊ കോൺഗ്രസ് കർഷക സമരത്തിന്റെ കാര്യത്തിലും ലേബർ കോഡുകളുടെ കാര്യത്തിലും BJP എടുക്കുന്ന എല്ലാ ജനവിരുദ്ധ നിലപാടുകളുടെ കാര്യത്തിലും ഒരു നാഷണൽ NEP-യുടെ പേരിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നു. അതിനെതിരെ പോലും ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ അതെല്ലാം ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ ഈ പറയുന്ന പലരും തയ്യാറാണ്. ഇപ്പൊ മമതാ ബാനർജി അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ SIR-നെതിരെയും വോട്ടർപട്ടികയുടെ കാര്യത്തിലും ഒക്കെ ഉള്ള ക്രമക്കേടുകളുടെ കാര്യത്തിലൊക്കെ ചില ഷോകൾ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ SIR-ന്റെ വിഷയം പറഞ്ഞു വന്നപ്പോഴാണ്, മമതാ ബാനർജിയുടെ വിഷയം പറഞ്ഞു വന്നപ്പോഴാണ്, ഈ മമതാ ബാനർജി സുപ്രീം കോടതിക്കകത്ത് വാദം നടത്തിയ സമയത്ത് ആ ഒരു വിഷയത്തിൽ പോലും കോൺഗ്രസ് നിശബ്ദമായി പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ജോർജേട്ടൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം കോൺഗ്രസ് ആരെയോ ഭയക്കുന്നു, അത് BJP തന്നെയാണ്. അതെ, അതാണ് പ്രശ്നം. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉയരുന്നത്. ഒന്ന്, കോൺഗ്രസ് ശക്തമായിട്ട് ആരെയോ ഭയക്കുന്നു. കോൺഗ്രസിൻ്റെ പല ആളുകൾക്കും പല പ്രശ്നങ്ങളിലേക്കും പോകേണ്ടി വരുമെന്നുള്ള ഒരു ഭയം അവരെ അലട്ടുന്നുണ്ട്. മറ്റൊന്ന്, അവർ അറിഞ്ഞോ അറിയാതെയോ ഈ BJP ഭരണം, മോഡി ഭരണം തുടർന്നുകൊണ്ട് പോകുന്നതിനുള്ള എല്ലാ ഒത്താശകളും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ക്രിറ്റിസിസം നേരിടുന്ന ഒരാൾ ദേശീയ തലത്തിൽ മജ്ലിസ് പാർട്ടിയുടെ നേതാവ് ആയിട്ടുള്ള അദ്ദേഹമാണ്. ആ മജ്ലിസ് പാർട്ടി എന്താ ചെയ്യുന്നത്? എല്ലാ മുസ്ലിം കേന്ദ്രങ്ങളിലും തീവ്ര ഒരു മുസ്ലിം വാദത്തെക്കുറിച്ച് രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് അവിടെ ഈ BJP-ക്കെതിരെ സ്ഥാനാർത്ഥിനെ എടുത്തു. അവിടെയുള്ള BJP ഇതര വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിന് നിർണായക ഘടകമായിട്ട് ഈ മജ്ലിസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി മാറുകയാണ്. അവർ 6000 മുതൽ 12000 15,000 വോട്ട് വരെ ഓരോ മണ്ഡലത്തിൽ പിടിക്കുകയും ആ മുസ്ലിം മെജോറിറ്റിയുള്ള, മുസ്ലിം പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ പോലും BJP NDA സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന നിലയിലേക്ക് വരികയാണ്. അപ്പം ഇതല്ലേ ബീഹാറിൽ ചെയ്തത്? ഈ എല്ലാ അലയൻസും ഉണ്ടാക്കി സീറ്റിൽ ധാരണ ഉണ്ടാക്കി എല്ലാം പോയി കഴിഞ്ഞിട്ട് വേറെ 19 സീറ്റിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിനെ കൂടി നിർത്തുകയാണ്. അപ്പം ഇതെല്ലാം എന്താണ് കാണിക്കുന്നത്? വാസ്തവത്തിൽ ഇന്ത്യയിലെ ഈ NDA ഭരണത്തെ, BJP ഭരണത്തെ തുറന്ന് എതിർക്കുന്ന കാര്യത്തിൽ ഏതൊക്കെയോ വിധത്തിൽ കോൺഗ്രസ്സിന് എന്തോ സങ്കോചം ശക്തമായിട്ട് നിലനിൽക്കുകയാണ്. അവർ അതിൽ നിന്ന് പിന്നോക്കം പോകുന്ന സ്ഥിതിയിലേക്ക് ഇന്ത്യ സഖ്യത്തെ തടുത്തുകൂട്ടി. ഏതായാലും ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് അതിന് ലീഡർഷിപ്പ് കൊടുക്കാൻ ചാലകശക്തിയാകാൻ കഴിയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. പ്രാദേശിക കക്ഷികൾ ഇപ്പോൾ DMK നേതൃത്വത്തിലേക്ക് വന്നാൽ മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത്ര ഇതില്ല. മമത വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ കുറേ ആളുകളുണ്ടാവും. തേജസ്വി യാദവ് വന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ. അപ്പോൾ ഒരു ദേശീയ പ്രസൻസുള്ള, നമ്മൾ ഈ പറഞ്ഞ പോലെ PCC പ്രസിഡന്റുമാരെ പോലും നമുക്ക് അറിയില്ല എങ്കിലും ആ ദേശീയ പാർട്ടി എന്നുള്ള ലേബലിൽ നിൽക്കുന്ന കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തെ നേരിട്ട് അതിനെ പൊളിക്കാനുള്ള രീതിയിലാണ് എല്ലാ സമയത്തും ഓരോ തെരഞ്ഞെടുപ്പിലും അതിനെ പൊളിക്കുക എന്നുള്ള സമീപനം സ്വീകരിക്കുകയാണ്. ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇപ്പൊ SIR വിഷയത്തിൽ പോലും പ്രതിപക്ഷത്തെ ഏകോപിപ്പിക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല. അതെ, പോപ്പുലേഷൻ രജിസ്റ്ററിന്റെ കാര്യത്തിൽ വന്നപ്പോൾ, SIR-ന്റെ കാര്യത്തിൽ വന്നപ്പോൾ, ഇങ്ങനെ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെല്ലാം പ്രാദേശിക കക്ഷികളും അത് അഫക്റ്റഡ് ആവുന്ന ആളുകളും രംഗത്ത് വന്ന് സമരം നടത്തിയിട്ടുള്ളതിൽ കവിഞ്ഞിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് എന്ത് കോൺട്രിബ്യൂഷനാണ് അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ? ഈ അടുത്ത ദിവസം നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചൊരു കാര്യമാണ്, കാനറ ബാങ്കിലെ പ്രമുഖരായിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ 1,16,000 കോടിയോളം രൂപയുടെ ലോൺ എഴുതി തള്ളിയിട്ടുണ്ട്. അത് കോർപ്പറേറ്റ് കമ്പനികളുടെയാണ്. ഇവിടുത്തെ സാധാരണക്കാരൻ ആരെങ്കിലും 2 ലക്ഷമോ 3 ലക്ഷമോ ലോൺ എടുത്തു കഴിഞ്ഞാൽ അവന്റെ വീടും പറമ്പും ജപ്തി കൊണ്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. അല്ല, ഹൈക്കോടതി പറഞ്ഞിട്ട് നമ്മുടെ വയനാട്ടിലെ ഒരു 18 കോടി രൂപ തള്ളാൻ തയ്യാറായി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം, ഈ ഒരു നിസ്സാര കാര്യമല്ല. കാനറ ബാങ്കിനെതിരെ ഉയർന്നിട്ടുള്ള ഈ ഒരു ആക്ഷേപം നിസ്സാര ഒരു വിഷയമല്ല.
1,16,000 കോടി രൂപയാണ് എഴുതി തള്ളിയിരിക്കുന്നത്. ഈ എഴുതി തള്ളിയിരിക്കുന്നതെല്ലാം കോർപ്പറേറ്റ് കമ്പനികളുടെ 1,16,000 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സംഖ്യയല്ല. അല്ല. കാനറ ബാങ്കിലൊക്കെ ഒരുപാട് സ്വകാര്യ നിക്ഷേപങ്ങൾ പല ആളുകളുടെ ഉള്ളതാണ്. വിദേശ നിക്ഷേപങ്ങൾ വരെ ഉള്ള ഒരു ബാങ്കാണ്. ആ ബാങ്കാണ് ഇത്തരം രീതിയിലുള്ള എഴുതിത്തള്ളൽ നടത്തിയത്. അപ്പൊ അതിനെതിരെ പോലും ഒരു ചെറു വിരൽ അനക്കാനായിട്ട് ഈ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കും. കോൺഗ്രസ് BJPയെ ഭയക്കുന്നു. AAP അല്ല BJPയുടെ ബി ടീം, കോൺഗ്രസ് ആണ് BJPയുടെ ബി ടീം. അതാണ് സത്യം. കോൺഗ്രസ് BJPയുടെ ബി ടീമായി മാറുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന ദുര്യോഗം. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നു. ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന പാർട്ടി പ്രതിപക്ഷത്തെ ഏകോപിപ്പിച്ച് നിർത്താനും അവരെ എല്ലാം ഒരു ചരടിൽ കോർത്ത് കൊണ്ടുപോയിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായിട്ട് നിലപാടുകൾക്കെതിരായിട്ട് ഒരു പ്രതിഷേധത്തിലേക്ക് വരുന്നതിന് ഈ കഴിഞ്ഞ 10, 15, 12 വർഷത്തെ കാലത്തിനിടയിൽ ഒരു സംഭവം നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. ഈവൻ കർഷക പ്രക്ഷോഭത്തിൻ്റെ മുന്നിലേക്ക് പോലും കോൺഗ്രസ് വന്നില്ല. അവിടെയും ഇടത് പാർട്ടികളും മറ്റു പാർട്ടികളും എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായ ഒരു ഇതിലേക്ക് അത് വന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് കോൺഗ്രസ് നിലപാടെടുക്കുന്നതെന്ന് രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. എന്താണ് കോൺഗ്രസിൻ്റെ ഉള്ളിലിരിപ്പ്? എന്തുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഐക്യത്തെ അവർ ദുർബലപ്പെടുത്തുന്നു? എന്തുകൊണ്ട് പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു? ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നോളാമെന്ന് പറയുന്നു. ഐക്യത്തിലാവുന്ന സീറ്റ് ഷെയറിംഗ് തീരുമാനിച്ച ശേഷവും നേരത്തെ പറഞ്ഞ സൗഹൃദ മത്സരത്തിലേർപ്പെട്ട് BJPക്ക് അനുകൂല സാഹചര്യം ഉണ്ടാകും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്.